ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഇവിടെ 10 കൊല്ലം കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ 1.25 ലക്ഷം കൊണ്ട് കേന്ദ്രത്തോട് പോകാൻ പറഞ്ഞു. നിങ്ങളുടെ പണം ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ 1.25 ലക്ഷം രൂപയും ഞങ്ങൾ 2.25 ലക്ഷം രൂപയും നൽകിയിട്ടൊരു വീട് വെച്ചാൽ ആ വീടിന്റെ മുമ്പിൽ കേന്ദ്ര സർക്കാരിന്റെ എംബ്ലം, മുസ്ലിം ലീഗുകാർക്ക് തോല് പൊളിച്ച് മറ്റെന്തെങ്കിലും കൊടുത്തുകൂടെ? അവനവന്റെ തോല് പൊളിച്ച് സാധാരണ കൊട്ടയും മുറവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പതിവുണ്ടത്രേ പണ്ട് കാലത്ത്. നാണവും മാനവും ഇല്ലാത്തവർ കുറിച്ച് അങ്ങനെയാണ് പറയാറ്. ഇവിടെ മുസ്ലിം ലീഗിന്റെ ഖദീസാത്തിയും പാത്തുമ്മാത്തിയും ആമിനാത്തിയും വെക്കണ പെരക്ക് നരേന്ദ്രമോദിയുടെ എംബ്ലം വെച്ചിട്ട് നമ്മളത് വാങ്ങും. അഭിമാനബോധമുള്ള ആർക്കെങ്കിലും അത് വാങ്ങാൻ കഴിയും? നിങ്ങൾ എഴുതി വെച്ചോളൂ. കേരള സർക്കാർ ഈ എംബ്ലം വെക്കണമെന്നുള്ള വ്യവസ്ഥയിൽ നൽകുന്ന വീട് വാങ്ങാൻ ഈ നാട്ടിൽ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനെയും കിട്ടില്ല. ആ പൂതി നിങ്ങൾക്ക് വേണ്ട. ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മതനിരപേക്ഷവാദികളായിട്ടുള്ള ഹൈന്ദവ സമുദായക്കാരുടെ വീട്ടിന്റെ മുമ്പിൽ ആത്മാഭിമാനമുള്ള മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും വീട്ടിന്റെ മുന്നിൽ ഒരു മതത്തിലും വിശ്വസിക്കാത്ത, മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ വീട്ടിന്റെ മുന്നിൽ കേന്ദ്ര സർക്കാരിന്റെ എംബ്ലമാകുന്ന ചാപ്പ കുത്തി വീടുണ്ടാക്കി കൊടുക്കാം എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ RSSകാരൊരു പക്ഷേ അത് സമ്മതിച്ചേക്കും, BJPക്കാരൊരു പക്ഷേ അത് സമ്മതിച്ചേക്കും. ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനും ഒരു മലയാളിയും അത് സമ്മതിക്കില്ല. എത്ര ആളെ കിട്ടും നമുക്ക് നോക്കാം. RSSനെ വിമർശിക്കാൻ, BJPയെ വിമർശിക്കാൻ ഇവർക്ക് എന്താ ഇത്ര പേടി? വന്ദേമാതരം മുഴുവൻ പാടിയില്ലേ UDF സർക്കാർ അധികാരത്തിൽ വരുന്ന ദിവസം മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ? അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരടക്കം എല്ലാ UDFന്റെ ഘടകകക്ഷി നേതാക്കളും സ്റ്റേജിൽ കയറിയിരുന്നല്ലോ. ആദ്യം അതില്ലായിരുന്നു, പിന്നീട് എല്ലാവരെയും നമ്മൾ കണ്ടു സ്റ്റേജിൽ. അപ്പൊ നിങ്ങൾക്ക് നിയമം ലംഘിക്കാൻ അറിയാം. ആ നിയമം ലംഘിക്കാൻ അറിയുന്ന നിങ്ങൾ വന്ദേമാതരം മുഴുവൻ പാടാൻ എന്തിനു സമ്മതിച്ചു? എന്തിനു സമ്മതിച്ചു? മുഴുവൻ പാടിയില്ല. 2 സ്റ്റാൻസ മാത്രമേ പാടേണ്ടതുള്ളൂ എന്ന് കോൺഗ്രസ് തീരുമാനിച്ചതല്ലേ? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഭിപ്രായപ്പെട്ടതല്ലേ? എന്നിട്ട് എന്തിനാണ് ആളുകളെ കൊണ്ട് മുഴുവൻ വന്ദേമാതരം പാടിക്കുന്നത്? നമ്മൾ എത്ര കാലമായി ഈ രാജ്യത്ത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു? എത്ര കൊല്ലമായി? വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചിട്ടില്ലേ? അന്നാരെങ്കിലും നമ്മളോട് പറഞ്ഞിരുന്നു വന്ദേമാതരം ചൊല്ലണമെന്ന്? ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായിരുന്നോ? വന്ദേമാതരം പാടിയില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ആരാ പറയുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഏത് നിയമം അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? കേന്ദ്രം ഒരു നിയമം പാസാക്കിയിട്ടുണ്ട്. അതിൽ പറഞ്ഞത് വന്ദേമാതരത്തെ അപമാനിക്കരുത്, അപമാനിച്ചാൽ കേസെടുക്കാം എന്നാണ്. ഒരാള് അവനവന്റെ വിശ്വാസത്തിന് വിരുദ്ധമാണ് ഇത് എന്നുള്ള നിലയിൽ പാടാതെ നിന്നാൽ അവനെ ശിക്ഷിക്കാനോ അവനെതിരായി കേസെടുക്കാനോ ലോകത്തൊരു കോടതിക്കും ഒരു നിയമത്തിനും കഴിയില്ല. എന്നിരിക്കും ആളുകളെ പേടിപ്പിച്ച് വന്ദേമാതരം പാടിക്കുക. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ല, അതിൽ 2 സ്റ്റാൻസ, ആദ്യത്തെ 2 പാരഗ്രാഫ് അത് പാടാം, 8 വരി. അത് കഴിഞ്ഞുള്ള ഭാഗം അത് ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ടതും ദേവീ കീർത്തനവുമാണ്. അത് ഏകദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പാടാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ടല്ലേ ആദ്യത്തെ 2 സ്റ്റാൻസ മതി എന്ന് തീരുമാനിച്ചത്? എന്തിനാണ് BJPക്ക് ഇങ്ങനെ ഈ സർക്കാർ അടിപ്പെടുന്നത്? എല്ലാ സർവകലാശാലകളുടെയും വൈസ് ചാൻസലർ പദവി RSSകാർക്കായി കഴിഞ്ഞിരിക്കുന്നു, BJPക്കാർക്കായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ഒരു പക്ഷേ കഴിഞ്ഞില്ലായിരിക്കാം BJPക്ക്. എന്നാൽ ചാൻസലറുടെ പദവി ഉപയോഗിച്ചുകൊണ്ട്
കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളുടെയും VC, രജിസ്ട്രാർ, ഫിനാൻസ് ഓഫീസർ തുടങ്ങിയിട്ടുള്ള PVC അടക്കമുള്ള കുഞ്ചിക സ്ഥാനങ്ങൾ RSSകാർക്കും BJPക്കാർക്കും തീരെഴുതി കൊടുക്കുകയാണ് UDFന്റെ സർക്കാർ. കണ്ണൂരിലെ സർവകലാശാലയുടെ VC ഐഷി ഘോഷിനോട് ഇങ്ങോട്ട് കടക്കണ്ട എന്നാണ് പറഞ്ഞത്. ക്യാമ്പസിലേക്ക് കടന്നു പോകരുത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവരെ കടക്കാൻ അനുവദിച്ചില്ല. പക്ഷേ മതേതരത്വത്തിന്റെ കാവൽ ഭടന്മാർ എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുള്ള SFIയുടെ ചുണക്കുട്ടികൾ വൈസ് ചാൻസലറുടെ എല്ലാ തെക്കുരങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഐഷി ഘോഷിന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലും കടന്നു വരാൻ സാഹചര്യം ഒരുക്കി കൊടുത്തു. ലീഗ് ഒരക്ഷരം പറയുന്നുണ്ട്. നമ്മൾ ഇത് കണ്ടിട്ടാണ് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണർമാരെ മാറ്റണം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നു നമ്മൾ. കാരണം BJPയുടെ ഗവർണർമാരെയും കൊണ്ടുപോയാൽ നമ്മളുടെ സർവകലാശാലകൾ മുഴുവൻ കാവ്യവൽക്കരിക്കപ്പെടും. RSSകാരും BJPക്കാരും ചാൻസലർ വൈസ് ചാൻസലർമാരായിട്ട് വരും. അത് തടയണമെങ്കിൽ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റണം. ആ ബില്ല് പാസാക്കി നമ്മളുടെ നിയമസഭ. കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ KN പണിക്കർ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അയാളെ വൈസ് ചാൻസലറായി കൊണ്ടുവന്നാൽ എന്ത് അപകടമാണോ ഈ രാജ്യത്ത് സംഭവിക്കുക? അയാൾ വൈസ് ചാൻസലർ ആയിരുന്നില്ലേ സംസ്കൃത സർവകലാശാലയുടെ? എന്ത് സംഭവിച്ചു? കോൺഗ്രസിനോ ലീഗിനോ ഒരു പരിപാടിയെങ്കിലും അവിടെ നടത്താൻ പാടില്ല എന്ന് അവർ പറഞ്ഞോ? അവർ മതനിരപേക്ഷതയ്ക്കെതിരായി ഒരു തീരുമാനമെടുത്തോ? ഇല്ലല്ലോ, ഒരു തീരുമാനവും ആരും എടുത്തിട്ടില്ല. ഡോക്ടർ B. ഇക്ബാൽ വൈസ് ചാൻസലറായി. ഡോക്ടർ B. ഇക്ബാൽ വൈസ് ചാൻസലർ ആവണ്ട, RSSകാരനായാൽ മതി എന്നതാണോ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പക്ഷം? കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാർ RSSകാരും സംഘപരിവാറുകാരും ആവുകയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് അക്കാഡമിക് കാര്യങ്ങളിൽ പോലും തീരുമാനിക്കാനുള്ള അപ്രമാദിത്വം കിട്ടും. നമ്മൾ പാസാക്കിയ നിയമം ഗവർണർ ഒപ്പിട്ടില്ല. അദ്ദേഹം അതിന്മേൽ അടയിരുന്നു. പ്രസിഡന്റിന് അയച്ചിട്ടില്ല ഇതുവരെ. ഇന്ത്യൻ പ്രസിഡന്റിന് അപ്രൂവലിനായി അയച്ചിട്ടില്ല. രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മുഴുവൻ RSSകാരാൽ നിറക്കപ്പെട്ടാൽ എന്തായിരിക്കും ഈ സംസ്ഥാനത്തിന്റെ ഭാവി? കോൺഗ്രസും ലീഗും ഇതേക്കുറിച്ച് ഒരക്ഷരം പറയുന്നുണ്ടോ? ആരായിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. അവർക്ക് സഖാക്കളെ മാറ്റി നിർത്തണം, കമ്മ്യൂണിസ്റ്റുകാരെ മാറ്റി നിർത്തണം. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരനായി എന്ന് കരുതി എന്താണ് നിങ്ങൾക്ക് ഇന്നോളം പ്രയാസങ്ങൾ ഉണ്ടായത്? ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ അക്കാഡമിഷ്യൻ അല്ലേ വേണ്ടത്? ഇന്ത്യയുടെ ചരിത്ര ഗവേഷണ കൗൺസിൽ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് അതിലുള്ളത്. ആ ചരിത്രകാരന്മാരുള്ളത് കൊണ്ടാണ് ഇന്ത്യയുടെ മതേതര ചരിത്രം ഇന്നോളം ഈ രാജ്യത്ത് പഠിപ്പിക്കപ്പെട്ടത് എന്നുള്ള ഓർമ്മ കോൺഗ്രസിനും ലീഗിനും വേണം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഭരണശേഷം ശ്രീമതി ഗാന്ധിയോട് പല വിയോജിപ്പുകളും നമുക്കുണ്ട്. ICSR രൂപീകൃതമാകുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. അപ്പോ അവരോട് പല കോൺഗ്രസ് നേതാക്കന്മാരും ചെന്ന് പറഞ്ഞു, ICHR ഉണ്ടാക്കുമ്പോ കോൺഗ്രസുകാർക്ക് അതിൽ നല്ല പ്രാതിനിധ്യം ഉണ്ടാകണം. അപ്പോ അവരോട് ഇന്ദിരാഗാന്ധി പറഞ്ഞത്, അത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാര് നോക്കിക്കൊള്ളും, നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കേണ്ട എന്നാണ്. കാരണം ശ്രീമതി ഗാന്ധിക്കറിയാമായിരുന്നു ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ ചരിത്രം യഥാവിധി പഠിപ്പിക്കപ്പെടണമെങ്കിൽ, വായിക്കപ്പെടണമെങ്കിൽ, എഴുതപ്പെടണമെങ്കിൽ ഇടതുപക്ഷ ചരിത്രകാരന്മാർ ICHR ഉണ്ടാവണം എന്ന്. ആ ICHR നിലനിന്നതുകൊണ്ടാണ്
രാജ്യത്തിന്റെ മതനിരപേക്ഷ ചരിത്രം, മുഗള കാലഘട്ടം, 800 വർഷക്കാലമുള്ള മുസ്ലിം രാജാക്കന്മാരുടെ ഭരണം, ഇതൊക്കെ തന്നെ നമ്മളുടെ രാജ്യത്ത് പഠിപ്പിക്കപ്പെട്ടത്. അതിനെല്ലാം ഒരു അറുതിയാവുകയാണ്, ഒരവസാനം കുറിക്കപ്പെടുകയാണ്. ആ അവസാനം കുറിക്കപ്പെടലിന് ഭാഗവാക്കാകാൻ, അതിന് ചൂട്ടുപിടിച്ചു കൊടുക്കാൻ കോൺഗ്രസും ലീഗും തയ്യാറാവുന്നു എന്നുള്ളത് വളരെ വളരെ ഖേദകരമാണ്. ആളുകളെല്ലാം 10 കൊല്ലത്തെ ഇടതുപക്ഷ ഭരണത്തിന് ശേഷം പറഞ്ഞു, ഇനി നമുക്കൊരു മാറ്റം വേണം, മാറ്റം വേണം. എന്താണ് സർക്കാരിന്റെ ഒരു കുഴപ്പമെന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാനില്ല. മാറ്റം വേണം, സർക്കാരിന് കുഴപ്പമൊന്നുമില്ല, ഒന്ന് മാറണം. പണ്ട് ഞങ്ങളവിടെ ഉണ്ടായിരുന്നു, എന്റെ വല്യമ്മ പറയും, ഒരാഴ്ചവാത്താന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ, എന്തിനും കുറ്റേ കാണുള്ളൂ ആഴ്ചവാത്ത. അപ്പോ ഒരിക്കലും വല്യമ്മാന്റെ നാട്ടില് ഒരു വലിയ കല്യാണം നടന്നു. അവിടുത്തെ വലിയൊരു മുസ്ലിം പ്രമാണിയാണ്. നല്ല ബിരിയാണി, നല്ല സെറ്റപ്പ്, എല്ലാ നിലക്കും കല്യാണം ജോറായിരുന്നു. ആയിച്ചാത്താനോട് ചോദിച്ചു, ആയിച്ചാത്ത എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? അപ്പൊ കല്യാണം നമ്മൾ സാധാരണ ബിരിയാണിക്ക് ശേഷം ഓരോ പഴം കൊടുക്കുമല്ലോ, നല്ല പഴം ഒന്ന് കൊടുക്കും, ചെറിയ പഴം. അപ്പൊ ആയിച്ചാത്ത പറഞ്ഞു, കല്യാണമൊക്കെ തിരക്കേടുണ്ടായിരുന്നില്ല, പക്ഷെ പഹര് തന്നെ വായൊക്കെ തൊള്ളിക്കൊണ്ടില്ല, വായൊക്കെ തൊള്ളിക്കൊണ്ടില്ല. ആ നമ്മളുടെ ഈ ചെറുപഴം ഉണ്ടല്ലോ, അതിന് കുറച്ച് വലിപ്പം കൂടി, അതാ ആയിച്ചാത്തൊക്കെ കുറ്റായിട്ട് പറഞ്ഞത്. എന്ന മാതിരിയല്ലേ കേരളത്തിലെ ജനങ്ങള് 10 കൊല്ലത്തെ ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് പറഞ്ഞത്? പിണറായി വിജയൻ ഓണത്തിന് തന്ന അരി കുറച്ച് കൂടിപ്പോയി, അത്ര വേണ്ടിയില്ല, അതല്ലേ കുറ്റം പറഞ്ഞത്? ഓണം വന്നല്ലോ, റേഷൻ ഷോപ്പിൽ നിന്ന് കിറ്റ് കിട്ടിയോ എല്ലാവർക്കും? ആർക്കൊക്കെയാണ് കിറ്റ്? എത്ര രൂപയാണ് BPL കാർഡ് ഇല്ലാത്തവർക്ക് അരി നൽകുമ്പോ വിലയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്? അങ്ങാടിയിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങി നോക്കിയോ? തീ പിടിച്ച വിലയല്ലേ പച്ചക്കറി സാധനങ്ങൾക്ക് പോലും ഓണക്കാലത്ത്. ആർക്കും ഒരു പരാതിയില്ല. കറണ്ട് ഉണ്ടോ? പവർ കട്ട് വന്നില്ലേ? ഓരോ മേഖലയിലും ഇടതുപക്ഷ സർക്കാർ പോയതിന്റെ ഫലം ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ വീട്ടിൽ പെൻഷൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. സർക്കാരിന്റെ ഒരു തീരുമാനമായിരുന്നു അത്. ആ തീരുമാനം പിൻവലിച്ചില്ലേ? ഇനി ബാങ്കിൽ വരും എന്നാണ് പറയുന്നത്. അപ്പൊ ബാങ്കിൽ വന്നാൽ അത് എടുക്കാൻ വേണ്ടി പോകാൻ ഒരു 100 രൂപ ഓട്ടോറിക്ഷക്ക് ചെലവാക്കണം. അങ്ങോട്ട് 100 രൂപ, ഇങ്ങോട്ട് 100 രൂപ. ആദ്യത്തെ തവണ നമ്മൾ വന്നോന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്നു പോകും, അപ്പൊ വന്നിട്ടില്ല എന്ന് പറയും, അപ്പൊ തിരിച്ചു പോരും. ഇങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിക്കാനല്ലേ VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ശ്രമിക്കുന്നത്? ആളുകൾക്ക് എന്ത് വന്നാലും വേണ്ടിയില്ല, മുഖ്യമന്ത്രി ചിരിച്ചാൽ മതി. ഇങ്ങനെ നിങ്ങൾക്ക് ചിരി കാണണമെന്നുണ്ടെങ്കിൽ കുളമ്പാറയിലോ അല്ലെങ്കിൽ കുതിരവട്ടത്തോ പോയി നോക്കിയാൽ മതി. അവിടെ എപ്പോഴും ചിരിക്കുന്ന ആൾക്കാരെ കാണാൻ മതി. ഈടോ ആവശ്യം ഉണ്ടാകുമ്പോഴല്ലേ ചിരിക്കുക? നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോ നമ്മളെ വാപ്പാരുണ്ടാകും, വല്യപ്പാരുണ്ടാകും, ഓല് സദാസമയം എങ്ങനെ ഇളിച്ചുകെട്ടി കണ്ട. ഞമ്മക്ക് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഓലുണ്ടാവും. കോവിഡ് വന്നു, നിപ്പ വന്നു, പ്രളയം വന്നു, നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരു സർക്കാരും ഒരു മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു. ഇപ്പോഴോ ഒരാളും നാഥനും ഇല്ലാത്ത അവസ്ഥ. കേരളത്തിൽ ഒരു ആളും നാഥനുമില്ലാത്ത അവസ്ഥ, അനാഥമായ സാഹചര്യം. ആരോട് ചോദിച്ചാലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ. ഇപ്പോഴിതാ സഹകരണ മന്ത്രി പറഞ്ഞിരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനെതിരായിട്ട് ഇന്ന് സഹകരണ ബാങ്കുകൾ മുഖേനയല്ലാതെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ശരിയായില്ല. അത് സഹകരണ മേഖലയെ ദുർബലപ്പെടുത്തും. സഹകരണ മേഖലയോട് ജനങ്ങൾക്ക് അവിശ്വാസം ഉണ്ടാകുന്നതിന് അത് കാരണമായേക്കും എന്നാണ് സഹകരണ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, ഇടതുപക്ഷം ഭരിച്ച 10 വർഷക്കാലത്ത് രണ്ടഭിപ്രായം 2 മന്ത്രിമാര് പറഞ്ഞ ഘട്ടമുണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു, ഒരു സനാഥത്വം ഉണ്ടായിരുന്നു കേരളത്തിന്. പക്ഷെ ഇന്ന് അനാഥത്വമാണ് കേരളം അനുഭവിക്കുന്നത്. ഈ ദുർഗതിയിൽ നിന്ന്, ഈ ദുരവസ്ഥയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം.
കേരളത്തെ RSSകാർക്ക് തീരെഴുതി കൊടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് അവരുടെ എല്ലാ പ്ലാനുകളെയും പദ്ധതികളെയും നമുക്ക് പൊളിക്കണം. അതിന് മതേതര പക്ഷത്ത് നമ്മൾ ഉറച്ചു നിൽക്കണം. ഒരു പാർട്ടിയുടെ സമ്മേളനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉള്ള സമ്മേളനമാണ്. BJPയുടെ സമ്മേളനത്തിൽ പോയാൽ ഹിന്ദുക്കളെ മാത്രമേ നമ്മൾ കാണൂ, ഹിന്ദുക്കളെ മാത്രം. പോലെ ക്ഷേത്ര കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ ചെന്ന മാതിരിയാണ്. ക്ഷേത്ര കമ്മിറ്റിയുടെ യോഗം ചേരുന്നത് പോലെയാണ് BJPയുടെ പൊളിറ്റിക്കൽ മീറ്റിംഗിന് ചെന്നാൽ. മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിന് പോയാലോ വല്ല പള്ളി കമ്മിറ്റിയിൽ പങ്കെടുക്കണ പോലെയാണ് തോന്നുക. കാരണം എല്ലാവരും മാപ്പിളാരാണ്, മുസ്ലിങ്ങളാണ്, വേറുള്ളവരാരും ഇല്ല. BJPയുടെ സമ്മേളനത്തിൽ മുഴുവൻ ഹിന്ദുക്കൾ, മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ മുഴുവൻ മുസ്ലിങ്ങൾ. പള്ളി കമ്മിറ്റി പങ്കെടുക്കുന്നത് പോലെ, മഹല്ല് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നത് പോലെയാണ് ലീഗ് സമ്മേളനത്തിന് പോയാൽ നമുക്ക് തോന്നുക. അങ്ങനെ മതപരമായിട്ടുള്ള ഒരു അവസ്ഥ എന്തിന് പൊളിറ്റിക്കൽ പാർട്ടികളുടെ മീറ്റിങ്ങുകളിൽ ഉണ്ടാക്കണം? ഇതാ CPIMന്റെ ഒരു സെമിനാർ. ഈ സെമിനാറിൽ നാനാജാതി മതസ്ഥരുണ്ട്, എല്ലാ മതക്കാരുമുണ്ട്, ജാതിക്കാരുമുണ്ട്. ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ നമുക്ക് കഴിയണം. അല്ലാതെ BJPയുടെ മീറ്റിംഗിന് ചെല്ലുമ്പോൾ ഹിന്ദുക്കളെ കാണുന്നത് പോലെ, ഹിന്ദുക്കളെ മാത്രം കാണുന്നത് പോലെ, ലീഗിന്റെ സമ്മേളനത്തിന് ചെല്ലുമ്പോ മുസ്ലിങ്ങളെ മാത്രം കാണുന്നത് പോലെ, ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാരെയോ ജാതിക്കാരെയോ മാത്രമായി കാണുന്ന ഒരിടം ആകാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളന വേദി. രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗിൽ അത് കേൾക്കുന്നവരിൽ, വേദിയിൽ എല്ലാം തന്നെ ആ ഒരു വൈജാത്യം ഉണ്ടാകണം. അപ്പൊ ലീഗുകാർ പറയും, ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടല്ലോ UC രാമനുണ്ട്. എടോ, SC/ST വിഭാഗത്തിന് റിസർവേഷൻ എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇവരെ നിങ്ങൾ കൂട്ടുമോ? ഞങ്ങള് 2-3-4 നായന്മാരെ മത്സരിപ്പിക്കും ഈ കോർപ്പറേഷനിലേക്ക്. ലീഗിന് കഴിയില്ലല്ലോ. നിങ്ങൾ പോലെ കയ്യും കാലും പോയി പിടിച്ചിട്ട് പറയാം നിങ്ങൾ മത്സരിക്കണം, നിങ്ങൾ മത്സരിച്ചില്ലെങ്കിൽ ആകെ കുഴപ്പാവും, ഞങ്ങൾക്ക് സീറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗക്കാർ മാത്രം ഒത്തുകൂടുന്ന സംഗമസ്ഥാനം ആവരുത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനവും. അതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. CPIMൽ ചേർന്നാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ചാൽ എല്ലാ ജാതി മതസ്ഥരും നമുക്ക് കൂട്ടായിട്ടുണ്ടാകും, നമ്മളെ സഹായിക്കാനുണ്ടാകും. നമുക്കൊരാവശ്യം വരുമ്പോ അവരാണ് ഓടിക്കൂടുക. ഒരു മുസ്ലിമിന്റെ പ്രശ്നം പറയുന്നതിനേക്കാൾ, ഒരു ക്രിസ്ത്യാനിയുടെ പ്രശ്നം പറയുന്നതിനേക്കാൾ ഇതര മതസ്ഥരായിട്ടുള്ളവർ നമ്മളുടെ പ്രശ്നങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ പറയുമ്പോ അതിന് കിട്ടുന്ന ഒരു ഊക്കുണ്ട്. അതാണ് ജോൺ ബ്രിട്ടാസിന്റെ രാജ്യസഭാ പ്രസംഗങ്ങളിൽ നമ്മൾ കേൾക്കുന്നത്. ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ പ്രസംഗിച്ചതുപോലെ മുസ്ലിം ലീഗിന്റെ ഒരു MP നരേന്ദ്രമോദിക്കോ അമിത്ഷാക്കോ എതിരെ കൈ ചൂണ്ടി സംസാരിച്ചു എന്ന് എപ്പോഴെങ്കിലും നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ അബ്ദുസ്സമദ് സമദാനി നല്ല പ്രസംഗകനാണല്ലോ. അദ്ദേഹം ഇന്ത്യയുടെ പാർലമെന്റ് പിടിച്ചു കുലുക്കുന്ന പ്രസംഗങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇന്നുവരെ ഇവിടെ ജോൺ ബ്രിട്ടാസ് പറയുന്നതിന്റെ 1000 കാതമകലെ എത്താൻ സമദാനിയുടെ വാക്കുകൾക്ക് കഴിയുന്നുണ്ടോ? മിസ്റ്റർ മോദിജി എന്നൊരു വാക്ക് സെട്ടു സാഹിബും ഗുലാം മഹ്മൂദ് ബനാത്തുവാല സാഹിബും ഒക്കെ ഇന്ത്യയുടെ പാർലമെന്റിൽ അന്നത്തെ പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചത് ആവേശത്തോടു കൂടിയാണ് പഴയ മുസ്ലിം ലീഗുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഓർക്കാൻ വേണ്ടി കഴിയുക. അതുപോലെ ഓർമ്മിക്കാൻ സമദാനിയുടെ ഒരു വാക്ക്, ഒരു പ്രസംഗം. സാധാരണ നമ്മളുടെ നാട്ടിലൊക്കെ പറയുമല്ലോ, എണ്ണയും പുരട്ടി വാഴയെ കയറിയ പോലെയുള്ള പ്രസംഗമാണ് സമദാനി സാഹിബ് ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എണ്ണയും പുരട്ടി വാഴയെ കയറിയ പോലെയുള്ള പ്രസംഗം. ആർക്കും ഒരു പ്രശ്നവുമില്ല, നല്ല പാട്ടിങ്ങനെ പാടും. തന്നെ പാർലമെന്റ് പാട്ട് പാടാനുള്ളതല്ല, കവിതൊക്കെ പറയാം. പക്ഷെ മോദിയുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കേണ്ടത് സംസാരിക്കാൻ, താൻ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ
കഴിയുന്നുണ്ടോ ലീഗിന്റെ പാർലമെന്റ് മെമ്പർമാർക്ക്? അതാണ് ജോൺ ബ്രിട്ടാസിനോട് ഇത്ര ദേഷ്യം ലീഗുകാർക്ക്. നമ്മളുടെ എം പിമാരിൽ ഇപ്പോ ഏറ്റവും ദേഷ്യം ആരോടാണ്? ജോൺ ബ്രിട്ടാസിനോടാണ്. ബ്രിട്ടാസിനെ ട്രോളലാണ് ലീഗ് സൈബർ വിങ്ങിന്റെ പണി. കാരണം ബ്രിട്ടാസ് ഇങ്ങനെ സംസാരിച്ച നാട്ടുകാർ ചോദിക്കൂലേ, സമദാൻ എന്താ ചെയ്യണം അവിടെന്ന്, ബഷീർ എന്താ ചെയ്യണം അവിടെന്ന് ചോദിക്കൂലേ? ഇവരെ നാവെന്താ ഇറങ്ങിപ്പോയോന്ന് അന്വേഷിക്കൂലേ ലീഗുകാരി? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കുമെന്ന് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകൾ കേരളത്തിൽ നിന്ന് പോയി തെളിയിക്കുകയാണ്. ആ സമയത്ത് ലീഗിന്റെ എം പിമാര് സുഖനിദ്രയിൽ ആണ്ടുകിടക്കുകയാണ്. ഒരു വാചകം പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ടോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ വിമർശിച്ചുകൊണ്ടോ നടത്താൻ കഴിയുന്നില്ല. ഈഡി പേടിയാണ്. എപ്പോഴാണ് ഈഡി വീട്ടിലേക്ക് വരുന്നത് എന്ന് ഭയപ്പെട്ട് നിൽക്കുകയാണ് ലീഗിന്റെ നേതാക്കന്മാർ. ലീഗിന്റെ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള ഈഡി കേസുകളൊക്കെ അന്വേഷിക്കാതെ കിടക്കുകയാണ്. ഈഡി പോകുന്നില്ല, അവരുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ്. ഈഡി പറയുകയാണ് ഇവരോട്, നിങ്ങൾ പാർലമെന്റിൽ ഞങ്ങൾക്കെതിരായി ഉറഞ്ഞു തുള്ളിയാൽ നിങ്ങളുടെ കോമ്പൗണ്ടുകളിൽ, നിങ്ങളുടെ വീടുകളിൽ ഈഡി ഉദ്യോഗസ്ഥന്മാരും ഉറഞ്ഞു തുള്ളും, സൂക്ഷിച്ചോളണം. ഭയപ്പെട്ട് നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. ജോൺ ബ്രിട്ടാസ് പ്രസംഗിക്കുന്നത് പോലെ ഒരു വാക്ക് പറയാൻ സമദാനിക്കും ബഷീർ സാഹിബിനും സാധിക്കാത്തത് അതുകൊണ്ടാണ്. ഈ കള്ളക്കളിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക. എല്ലാ മതവിഭാഗക്കാർക്കും ഒരുമിച്ച് കൂടാം ഈ പാർട്ടിയിൽ. മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ എല്ലാവരോടും ഈ മൈക്കിലൂടെ പറയില്ല, നിങ്ങൾ പള്ളിയിൽ പോയി കൊള്ളുന്നു, ഇഷ്ടമുള്ളവർക്ക് പോകാം. ക്ഷേത്രത്തിൽ നിന്ന് വൈകുന്നേരം സന്ധ്യാസമയത്ത് വിളക്ക് വെച്ച് അവിടെ നിന്ന് ജപമന്ത്രങ്ങൾ ഉരുവിട്ടു തുടങ്ങിയാൽ ആരോടും പറയില്ല ക്ഷേത്രത്തിൽ പോയി പൂജിച്ചു വന്നോളൂ എന്ന്. അങ്ങനെ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് പോകാം, അതിന് വിലക്കില്ല. എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സംഘടനയും സംവിധാനവുമാകണം നമ്മളുടെ പൊളിറ്റിക്കൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടാവണം. അതിന് ഏറ്റവും യോജ്യമായ പാർട്ടി ഇടതുപക്ഷ വിഭാഗമാണ്, CPIM ആണ്. ഇടതുപക്ഷത്തിനും നേതൃത്വം നൽകുന്ന CPIM ആണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.